ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് വന്നിക്കണതെന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലേ. നമുക്ക് അഡീനിയം എങ്ങനെ നല്ല അതിൻ്റെ കാഡക്സ് വൃത്തിയാക്കി നല്ല ഒരു ഭംഗിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വേരുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അഡീനിയം നടുമ്പോൾ ഇതുപോലെയുള്ള വേരുകൾ ചറപറാന്ന് വരും. ഇതൊക്കെ ഇങ്ങനെ നിന്നാൽ വൃത്തികേടാണ്. നല്ല ആകൃതിയിൽ വരണമെങ്കിൽ നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വലുതാകുന്നതിനനുസരിച്ച് അത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വേരുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ശരിക്ക് അഡീനിയം ചില സമയങ്ങളിൽ അതിൻ്റെ കേട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് ഇല ഒരു മഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളതിൻ്റെ കാഡക്സിനെ പിടിച്ച് നോക്കിയാൽ കാഡക്സ് അളിഞ്ഞിട്ടുണ്ടാവും കുറച്ചൊക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് അത് എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കി അതിൻ്റെ എത്രമാത്രം നശിച്ചു പോയിട്ടുണ്ടോ അത്രമാത്രം നമുക്കത് മുറിച്ച് രക്ഷപ്പെടുത്താം. അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ചെടി. ഇതിപ്പോൾ ഇത്ര വലുപ്പമായിരുന്ന സമയത്ത് ഈ വണ്ണം തന്നെ ആയിരുന്നു ഈ ഭാഗം. അപ്പോൾ നമ്മൾ അതിനെ പറിച്ചെടുത്ത് അതിൻ്റെ ഒരു ഭാഗം നശിച്ചിട്ടുണ്ടായിരുന്നു, അത് വെട്ടി മാറ്റി. എന്നിട്ട് ഇതിങ്ങനെ ചട്ടിയിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഭാഗം അങ്ങനെ ശോഷിച്ച് നിന്നെങ്കിലും നമ്മൾ വികലാംഗൻ്റെ പോലെ ശോഷിച്ച് നിന്നെങ്കിലും മറ്റേ ഭാഗം പോയി നല്ല പുഷ്ടിയിൽ നല്ല വേരും ഒക്കെ വന്ന് വീണ്ടും അതിന് ആക്രമണം നേരിട്ടതായി ഇവിടെ ഇങ്ങനെ പ്രശ്നം വന്നു. അതൊന്നും പ്രശ്നമാക്കണ്ട. അതൊക്കെ അഡീനിയത്തിന് അങ്ങനെ പലതും വന്നാലും നമ്മളതിനെ എപ്പോഴും നമ്മളതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇരിക്കണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യണത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഒരു പേടിയും പേടിക്കണ്ട. അഡീനിയത്തിനെ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ കാഡക്സ് നമുക്ക് ചെത്തി വൃത്തിയാക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ യാതൊരു അംശവും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മണ്ണിൽ വെക്കണമെങ്കിൽ ഇത് കംപ്ലീറ്റ് നല്ല ഡ്രൈ ആയിരിക്കണം. ഇതിന് ഈ മുറിവുകൾ വന്ന സ്ഥലത്തൊക്കെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതെല്ലാം ഉണങ്ങി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് നീർവാർച്ചുള്ള മണ്ണിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യാം. ഒരു കാരണവശാലും ആ മുറിവിലൂടെ വെള്ളം അകത്തേക്ക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഫംഗസ് വരും. അങ്ങനെ നമ്മളെ ചെടി നശിച്ചു പോകാനും കാരണമാകും. എത്ര പ്രായമായാലും ഈ ചെടിയുടെ കാലങ്ങളോളം നിൽക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഈ ചെടിയുടെ രൂപം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയെ കണ്ടിട്ട് വല്ല മൃഗത്തിനെ ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഓരോ രൂപങ്ങൾ ഇതുപോലെ ഈ സൈഡ് നോക്കിയാലും പല സൈഡ് നോക്കിയാൽ പല ആകൃതി ആയിരിക്കും. എന്തെങ്കിലും ഇരിക്കുന്ന പോലെ ഇതേപോലെ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്യാം. ഇത്ര വെച്ചാൽ മതി. ചട്ടിയുടെ പുറം ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി വെക്കുക. ഇത്രയും വേരുകൾ മാത്രം അടിക്ക് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു കാഡക്സ് രൂപാന്തരപ്പെട്ടു. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ചെടികൾ ഈ ചെറിയ ശാഖകൾ കൂടി വെട്ടിക്കൊടുക്കാം. ഇനി മേലെ വൃത്തിയാക്കാൻ ഇരിക്കുന്നുള്ളൂ. നമുക്കിതിൽ വേറെ ഡബിൾ പെറ്റലായിട്ടുള്ള ചെടികളെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഇതന്നെ നല്ല വെട്ടിക്കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് വളർച്ചയില്ലാതെ കടന്നിരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇതിന് കുറച്ച് കട്ടിയുള്ള ബ്ലേഡ് വേണം. ഇത് ചെറുത് പറ്റില്ല. ഇതാണ് നമ്മളിപ്പോൾ വൃത്തിയാക്കിയ കാഡക്സ് വൃത്തിയാക്കിയ ചെടി. ഇതാണ് ഇപ്പോൾ അതിൻ്റെ രൂപം. ഇനി ഇതിൽ നമുക്ക് പറ്റുന്ന ഡബിൾ പെറ്റൽ ചെടികൾ അതിൻ്റെ ശാഖകളൊക്കെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വളർത്തിയാലും നല്ല തിക്കിൽ ഫ്ലവർ വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതുപോലെ തന്നെ വൃത്തിയാക്കാനുള്ള ഒരു ചെടിയാണ് ഇത്. ഇങ്ങനെ നമുക്ക് ഈ ചെടികളെ വൃത്തിയാക്കാം. നമ്മളെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ കയറിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെടികളും ഇങ്ങനെ നമ്മൾ ക്ലീനാക്കിയ ചെടികളും അല്ലാത്ത സിംഗിളായിട്ടുള്ള ചെടികളും ആവശ്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക. നമ്മളെയൊക്കെ വിൽപ്പനക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.